അസ്സലാമലൈക്കും. നമുക്കിന്നേ ഒരു ഫ്രോക്ക് കഴിച്ചാലോ? കുറേ ദിവസമായില്ലേ നൈറ്റിയും ചുരിദാറും ഒക്കെ ആയിക്കൊണ്ടിരിക്കണത്. ഇന്ന് നമുക്കൊരു ഫ്രോക്ക് കഴിക്കാം. കുർത്തി ടോപ്പായിട്ടും ഈ ഒരു ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ ഇതാ ഇങ്ങനെ സ്വീക്വൻസ് ഉള്ള മെറ്റീരിയലാണ്. 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 മീറ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ വെട്ടുമ്പോൾ ഈ 1.5 മീറ്റർ വെച്ച് വെട്ടുമ്പോൾ എങ്ങനെ വെട്ടണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സിയാമോളുടെ അളവിലാണ് ഞാൻ ചെയ്യണത്. ഞാൻ വെട്ടുമ്പോൾ ഒരു അബദ്ധവും പറ്റുന്നുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പം എൻ്റെ ഇല്ല മെറ്റീരിയലൊക്കെ തീർന്നു പോയി. ഇതാകെ കുറച്ചേ ഉള്ളൂ. അതായത് ലൈനിങ്ങിന് ഞാനൊരു ബട്ടർ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ ഇവിടെ കിടന്നിരുന്നു, അതാണ് എടുത്തത്. ഇത്തിരി നിഴലടിക്കാനാണ്, എന്നാലും ബോഡി പാർട്ടിന് 2 ലെയർ കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ സ്കേർട്ട് പാർട്ടിന് ലൈനിങ് ഇത്തിരി കട്ടിയുള്ളത് കൊടുക്കാം. അപ്പോൾ സ്കേർട്ട് പാർട്ട് ഇപ്പോൾ ലൈനിങ് ഇടണില്ല, ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കി, നമ്മുടെ ബോഡി പാർട്ട് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ നീളത്തിൽ മടക്കിയിട്ടിട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഞാൻ അതിൽ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സിയാമോളുടെ അളവ് എന്ന് പറയുമ്പോൾ അവൾക്കൊരു 11 വയസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11 വയസ്സിൻ്റെ അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ബോഡി പാർട്ട് എത്ര വേണമെന്ന് നമുക്ക് ബോഡിയിൽ നിന്ന് അളന്ന് നോക്കാം. അപ്പോൾ അവൾക്കൊരു 9 ഇഞ്ചാണ് ബോഡി പാർട്ട് വേണ്ടത്. ഞാനപ്പോൾ ഒരു 10 ഇഞ്ചിൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിടുന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് 10 ഇഞ്ച്, മനസ്സിലായോ? എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇറക്കം അവളുടെ ഫുൾ ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ 40 ഇഞ്ചൊക്കെ വരണുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഫുൾ ലെങ്ത്ത് എടുക്കണില്ല. ഫുൾ ലെങ്ത്ത് ആകുമ്പോൾ ഗൗൺ ആവില്ലേ. ഇത് ഞാനൊരു ഷറാറ പോലെ തയ്ക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ എടുത്ത് വെച്ചത്. ആദ്യം ഞാൻ കരുതിയത് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് തയ്ക്കാം, എന്നിട്ട് താഴേക്ക് ഷറാറ അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണത് എങ്ങനെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ 6 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ 12 ഇഞ്ചാണ് അതിൻ്റെ പകുതി, 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ കൈക്കുഴി ഞാൻ 6 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയണതുകൊണ്ട് ഓടിച്ച് പറഞ്ഞു പോവാം. ചെസ്റ്റ് അളവ് ഞാൻ ഒരു 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് അളവ് 7 ഇഞ്ച്, ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റ് അളവ് കൊടുക്കാം കേട്ടോ. ഇവിടെ 1.5 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമുക്കിതാ ഈ കോർണർ ഭാഗത്തുണ്ടല്ലോ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ വലിയ ആളുകൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ 2 ഇഞ്ചല്ലേ മാർക്ക് ചെയ്യണത്. ഇത് കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതാ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഇവിടേക്കൊന്ന് വരച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണോട്ടോ, എന്നാലാണ് ഇത് തയ്ക്കുമ്പോൾ. എനിക്ക് പറ്റിയ അബദ്ധവും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് പാർട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കാതെ വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറയണത്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു, പക്ഷേ ഞാനത് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഇത് ഫ്രണ്ടും ബാക്കും ബോഡി പാർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് 2ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ് ഇടണമെന്നുണ്ടെങ്കിലേ അത് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതായത് ഒരു ക്രേപ്പ് ലൈനിങ്ങും ഒരു കോട്ടൺ ലൈനിങ്ങും കൊടുക്കുകയാണെങ്കിലേ കോട്ടൺ ലൈനിങ് നമുക്ക് തേച്ച് മടക്കി വെട്ടിയെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ ലൈനിങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല പീസിൽ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് നമുക്ക് സൈഡിൽ നിന്ന് വെട്ടിപ്പോണ പീസിൽ നിന്ന് കിട്ടും. നമുക്ക് ആദ്യം സ്കേർട്ട് പാർട്ട് വെട്ടിയെടുക്കണം. അതിനായിട്ട് ഇതിനെ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ ക്രോസ് ആയിട്ട് മടക്കണം കേട്ടോ. ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ മെറ്റീരിയൽ കാണാൻ. രാത്രി പ്രോഗ്രാമിനൊക്കെ ഇടണമെങ്കിൽ നല്ലത്. ഈ ഭാഗത്തുണ്ടല്ലോ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വരും. ഇങ്ങനെ സീക്വൻസ് വർക്ക് നെറ്റ് വർക്കൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ച് ബ്ലാങ്ക് ആയിട്ട് വരും. അപ്പോൾ ആ പീസൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം. വല്ല വള്ളിയൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ആ പീസ് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് വെട്ടിയെടുക്കാതെ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ വരുന്ന ഭാഗമാണ്. അത് സൈഡിൽ വരുമ്പോഴത്തേക്കും അവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഇങ്ങനെ കറക്റ്റായിട്ട് സൈഡിൽ കാണും കേട്ടോ. അപ്പോൾ മുകളിൽ നമുക്ക് അമ്പർല പോലെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കളന്നൊക്കെ എടുക്കണമല്ലോ. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഒരു 2 ഇഞ്ചോളം വീതി വന്നിട്ടുണ്ട്. പക്ഷേ ആ പീസ് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കത് വെച്ച് വള്ളി ബാക്കിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പൊക്കെ തയ്ക്കണമെങ്കിൽ വള്ളിയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തു. അതിന് ശേഷം നമുക്ക് ക്രോസ് ആയിട്ട് ഇടണം. ഇപ്പോൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഈ കട്ടിങ് ഒക്കെ കൊടുക്കണം. അടിയിലത്തത് വെട്ടിക്കളയണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഈ ഒരു പീസ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കണേന് ഇതാ ക്രോസ് ആയിട്ട് മടക്കണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. ഇതാ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കുക. ശരിക്കും സിയാമോൾക്ക് തയ്ക്കണമെങ്കിൽ 2 മീറ്റർ മെറ്റീരിയൽ വേണം. ഞാനിപ്പോൾ ഇത് 1.5 മീറ്റർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു കട്ട് പീസാണ്. അത് എടുത്തിട്ടാണ് ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ അളന്നെടുക്കണമെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നാണ് എടുക്കണത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് അബദ്ധം പറ്റിയത് കേട്ടോ. നമ്മൾ അരവണ്ണത്തിൽ നിന്ന് എടുക്കണമെങ്കിൽ റൗണ്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ നമുക്ക് അബദ്ധം പറ്റില്ല. റൗണ്ടിൻ്റെ 4/1 നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ ഈ സൈഡ് ഇങ്ങനെ അളന്ന് അപ്പോൾ തന്നെ 4/1 നമുക്ക് കിട്ടിയേക്കണത്. എന്നിട്ട് അതിൻ്റെ പകുതി, അതായത് 7 ഇഞ്ചിൻ്റെ പകുതി 3.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 4 ഇഞ്ചാണ് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണത്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് താഴ്ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയത് ഞാൻ ഒരു സൈഡ് കാൽഭാഗം അളന്നിട്ടാണ്, അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡ് അളന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ 9 ഇഞ്ച് മുകളിൽ നമ്മുടെ ബോഡി പാർട്ടിന് പോലെ. അപ്പോൾ ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കി 36 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് ഓക്കെയാണ്. നല്ല അത്യാവശ്യം ലെങ്ത്ത്, മുട്ട് വരെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മതിയല്ലോ, നല്ലോണം തികയുമല്ലോ 1.5 മീറ്ററിന് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ വെട്ടുകയാണ് കേട്ടോ. പക്ഷേ അബദ്ധം പറ്റിയത് ഞാനിത് നിവർത്തി കഴിഞ്ഞപ്പോഴാണ്. വെട്ടിയതിന് ശേഷം അളന്നൊക്കെ എടുത്ത് കറക്റ്റായിട്ട് അളവൊക്കെ എടുത്ത് ഞാൻ ദാ ഇങ്ങനെ വരച്ചൊക്കെ നോക്കി കറക്റ്റാണോ എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അംബർല സ്കേർട്ടിൻ്റെ അരഭാഗത്തിൻ്റെ 4/1 നമ്മൾ മോൾ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. പക്ഷേ ഞാൻ 4/1 അളന്നതിന് ശേഷം, അതായത് ഒരു സൈഡല്ലേ ഞാൻ അളന്നത് ബോഡി പാർട്ടിൻ്റെ, അതിൻ്റെ പകുതി എടുത്തു. 8/1 ഞാൻ മാർക്ക് ചെയ്തത്. പക്ഷേ 8/1 മാർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ 2 പീസ് ഇടണം, എന്നാൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇതാ ഇതിൻ്റെ അളവ് ഇങ്ങനെ നിവർത്തി നോക്കിയപ്പോഴാണ് അയ്യോ അബദ്ധം മനസ്സിലായത്. ഇങ്ങനത്തെ 2 പീസ് ഉണ്ടെങ്കിലേ നമുക്ക് തികയുള്ളൂ. അങ്ങനെ മോനോട് പറഞ്ഞു അയ്യോ ഇനി എന്ത് ചെയ്യൂടാ. അപ്പോൾ അവൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ശരിയാക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അയ്യോ ഇനി എന്ത് ചെയ്യും, വെട്ടിയപ്പോൾ തെറ്റിപ്പോയല്ലോ എന്നൊക്കെ കരുതി. പിന്നെ സിയാമോൾക്കായതുകൊണ്ട് ടെൻഷനില്ല. ഇവിടെ നിന്ന് പകുതി അളന്നല്ലോ, എന്നിട്ട് കാൽഭാഗം അളന്ന് നമ്മൾ വെട്ടിയത് ഈ ഒരു അളവ് കറക്റ്റായിട്ട് വെട്ടണം കേട്ടോ. അപ്പോൾ 7 ആണ് നമുക്ക് ആ ഭാഗത്തെ അളവ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 7.5 ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയുള്ളൊരു പീസ് നമുക്ക് വെട്ടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് ഒരു ഇച്ചിരി കുറഞ്ഞു പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാ ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന് കറക്റ്റായിട്ടുണ്ട്. തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഹാഫ് സർക്കിളാണെങ്കിൽ അരവണ്ണത്തിൻ്റെ 4/1 നമ്മൾ ആ ത്രികോണാകൃതിയിൽ വെട്ടിക്കളയേണ്ടത്. ഫുൾ സർക്കിളാണെങ്കിൽ 8/1 വെട്ടാം കേട്ടോ. നമ്മളിപ്പോൾ ഹാഫ് സർക്കിളല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ബാലൻസ് പീസ്. അപ്പോൾ ഇങ്ങനെ ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ആദ്യം വെട്ടിയെടുത്തത്. സ്കേർട്ട് പാർട്ട് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വെട്ടേഷണം വെച്ചിട്ട് നമുക്ക് ബോഡി പാർട്ടും കൈയും എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ബോഡി പാർട്ടും കൈയൊക്കെ വെട്ടിയതിന് ശേഷം ഇത് ചിന്തിക്കരുത് കേട്ടോ. ആദ്യം നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ എത്രയാണെന്ന് വെച്ചാൽ അത് അളന്ന് കറക്റ്റാക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒപ്പം വെച്ചിട്ട്, അപ്പോൾ ഞാൻ മാക്സിമം വേസ്റ്റ് പോവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞില്ല 1.5 മീറ്റർ മെറ്റീരിയൽ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് ഞാനും പഠിക്കണേന് നിങ്ങളെയും കൂടെ ഒന്ന് പഠിപ്പിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒട്ടും വേസ്റ്റ് പോകരുത്. നമുക്കിതിൽ നിന്ന് കുറേ ആവശ്യങ്ങളുണ്ട്. കൈ വെട്ടിയെടുക്കണം, പിന്നെ എന്തെങ്കിലും തികയാത്തോടത്തൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു 1.5 മീറ്ററിൽ നിന്നല്ലേ നമ്മൾ എടുക്കണത്. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഞാൻ അളന്ന് ആ ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് ഒട്ടും വേസ്റ്റ് പോവാത്ത രീതിയിൽ സൈഡ് ഒതുക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണോ, ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കറക്റ്റായിട്ട് അത് ഇട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? ഈ 1-ാം തീയതി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പെറ്റിക്കോട്ട് മുതൽ സാരി ബ്ലൗസ് വരെ ഞാൻ വാട്സപ്പിലൂടെ പഠിപ്പിച്ചു തരും. നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും
പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ എൻ്റെ നമ്പർ ഉണ്ടാവും, നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടിപൊളി ക്ലാസ്സാണ്. നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങളെ നല്ലൊരു തയ്യൽക്കാരിയാക്കി മാറ്റണ കാര്യം ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞുതരാം നല്ല രീതിയിൽ എങ്ങനെ വെട്ടിയെടുക്കണം, തയ്ച്ചെടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കൈക്കുഴി ഒന്നും കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് പണികളും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം. അപ്പോൾ കൈക്കുള്ള പീസ് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൈ ഒരു ക്രോസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല ഐഡിയയും ആലോചിക്കുന്നുണ്ട്. ത്രികോണാകൃതിയിലെ കൈ വേണോ, എങ്ങനത്തെ കൈ വേണം, അതായത് മറ്റേ ക്യാപ്സിലീവ് ഉണ്ടല്ലോ അത് ചെയ്യാമെന്നൊക്കെ കരുതി. പിന്നെയാണ് എനിക്ക് മടക്കി ഇട്ടിട്ട് നോക്കുമ്പോഴത്തേക്കും തുണി തികയാത്ത പോലെ വലിയ പീസ് അവിടെ കിടക്കണ്ട കേട്ടോ. ഞാനത് എടുത്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ലെങ്ത്ത് ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ വെച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു തടക്കി വേണമല്ലോ ഒരു തുണി. അപ്പോൾ ഇതിങ്ങനെ മടക്കിയൊക്കെ ഇട്ട് നോക്കിയിട്ടും തികയണില്ല. അപ്പോൾ ഞാൻ എന്താ ഐഡിയ കണ്ടതെന്നറിയോ, ഒരു ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ നോക്കി. ലൈനിങ് ഇട്ട് കൈ തയ്ക്കുകയല്ല കേട്ടോ ചെയ്യണത്. ഞാൻ ലൈനിങ് ഇതിപ്പോൾ ഈ ലൈനിങ് തന്നെ വേണമെന്നില്ല. ഇതാ കൈക്ക് പറ്റിയ തുണിയൊക്കെ ഉണ്ട്, അതവിടെ ഞാൻ മാറ്റി വെച്ചേക്കാണേ. ഒരു 3/4 സ്ലീവൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ കിട്ടും. അപ്പം ഞാൻ എന്താ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മുടെ കൈ കുറച്ച് വലുതാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. എന്ന് വെച്ചാൽ ഒരെണ്ണം വെട്ടിയാൽ മതിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 എണ്ണം വെട്ടിയെടുത്തു. ഞാൻ കൈക്ക് ലൈനിങ് ഇട്ടില്ല. ഇതൊരു സാമ്പിളാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ല പീസിൽ വെട്ടാൻ തുണി കുറവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സാമ്പിൾ വെട്ടിയെടുക്കുക. ഒരു 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഓപ്പൺ സൈഡിൽ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൈക്കുഴി അളന്നിട്ടല്ല, കുറച്ച് വീതിയിൽ തന്നെ തുണി എടുത്തിട്ടുണ്ട്. കാരണം പഫ് ഇട്ട് കൊടുക്കുക, താഴ്ഭാഗത്ത് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് നമുക്കിപ്പോൾ കൈക്കുഴി 6 ആണെന്നുണ്ടെങ്കിൽ 7.5 വീതി മതി. പക്ഷേ ഞാനിത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 ഇഞ്ചോളം വീതി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ ഇത്തിരി വലിയ കൈയാണ്, വീതി കൂടുതലാണ്. നീളമൊന്നും കൂട്ടിയിട്ടില്ല, വീതി കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ കുഞ്ഞു കഷ്ണം മെറ്റീരിയൽ, അതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം അപ്പോൾ നമ്മുടെ ഈ സ്ട്രൈപ്സ്, അതായത് ഒരു സ്ട്രൈപ്സ് പോലെ വന്നിട്ട് അതിലാണല്ലോ സീക്വൻസ് ഉള്ളത്. ആ സ്ട്രൈപ്സ് ചരിഞ്ഞിരിക്കുകയും ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് ആ കൈ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ ആ കൈ വെട്ടിയെടുത്തത്. ഞാൻ കൈക്ക് ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ തയ്ച്ചപ്പോഴത്തേക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളല്ലേ, ഇപ്പോഴല്ലേ ലൈനിങ് ഒക്കെ ഇല്ലാണ്ട് ഇടാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ലല്ലോ, ലൈനിങ് ഇടറിയെന്ന് പറയും കൈക്ക്. അപ്പോൾ അതാ നോക്കി, നമ്മൾ കൈ ലൈനിങ് വെച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാട്ടോ. പക്ഷെ ഞാൻ ലൈനിങ് ഇല്ലാണ്ടാണ് തയ്ച്ചത്, കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലേറ്റ്സൊക്കെ, ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ പ്ലെയിൻ തുണി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു ഞുറിവൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇറക്കം കുറവാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പും കൂടെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇത് തയ്ച്ചിട്ട് അവളെ ഒന്ന് ഇടിപ്പിച്ച് നോക്കി, വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യണുള്ളൂ. ഞാൻ ഉദ്ദേശിക്കണം, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇടയിൽ ഷറാറ ഇടാമെന്നാണ്. അപ്പോൾ മോൻ ഓക്കെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ, തയ്ച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൈയാണ് കണ്ടത്. അപ്പോൾ അതാണെനിക്ക് മെഷീനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതൊന്ന് അറ്റാച്ച് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും കാണിച്ചു തരാറുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ സൂചി നൂലും വെച്ച് തുന്നിയെടുക്കുമെന്ന്. അങ്ങനെ വേണമെങ്കിൽ തുന്നിയെടുക്കാം, അല്ലെങ്കിൽ ഇതാ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോണ പോലെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് പക്ഷേ ഉണ്ടല്ലോ കുത്തിക്കൊള്ളണ സ്വീക്വൻസ് അല്ല കേട്ടോ. സ്വീക്വൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. അത്ര നല്ല കളറുമാണ്, ഒരു പേസ്റ്റൽ കളറാണ്, മെറൂണോ റെഡോ ഒന്നുമല്ല, ഒരു പേസ്റ്റൽ കളറാണ്. അപ്പോൾ അത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ മെറ്റീരിയൽ. അപ്പോൾ അതാ ഇങ്ങനെ. അപ്പോൾ ഇവൾക്ക് ഇങ്ങനത്ര ചെറിയ ഉടുപ്പ് അവൾ ഇടില്ല. അങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ അടിയിൽ ജീൻസോ അല്ലെങ്കിൽ ലെഗിൻസോ ഒക്കെ ഇട്ടിട്ടാണ് ഇടുന്നത്. ഞാൻ കരുതിയത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഷറാറ അടിക്കുകയാണെങ്കിൽ അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. അതിൽ മെറ്റീരിയൽ എടുത്തിട്ട് വേണം, മെറ്റീരിയൽ ഇല്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ചുളിവൊന്നും ഇല്ലാണ്ട് സ്റ്റിച്ച്. അപ്പോൾ ഒരു ലൈനിങ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോട്ടൺ ലൈനിങ്ങും ഒരു ക്രൈപ്പ് ലൈനിങ്ങും ആണ് ഉള്ളതെങ്കിൽ ആദ്യം ഈ ക്രൈപ്പും നല്ല പീസും കൂടി ഇങ്ങനെ യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട്
ഞാൻ പറഞ്ഞില്ലേ 3 ലൈനിങ് അല്ല 2 ലൈനിങ് വേണം ഇങ്ങനെയുള്ള മെറ്റീരിയൽ. ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ എന്തായാലും 2 ലൈനിങ് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഭംഗി ഉണ്ടാവുക. നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഞാനൊരു കോട്ടണും ഇടും, ഒരു ക്രേപ്പും ഇടും, അല്ലെങ്കിൽ സാറ്റിനാണെങ്കിൽ ഒരു സാറ്റിനും ഇടും, ഒരു കോട്ടണും ഇടും. അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ്. അപ്പോഴാണ് ആ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ. ലൈനിങ്ങിൽ ഒരു ഇച്ചിരി കളർ വ്യത്യാസമുണ്ട്, പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അറിയണില്ല അത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൈയാണ്. കൈ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് ഞാൻ പിടിപ്പിക്കുന്നില്ല. ഇവിടെ പഫൊക്കെ ഇടുമ്പോൾ ലൈനിങ് ഇട്ടാലൊരു ഭംഗി ഉണ്ടാവില്ല, കട്ടി കൂടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അരിക് വളരെ നേരിയതായിട്ട്, നിങ്ങളുടെ കയ്യിൽ 6 ആക്ക് മെഷീൻ ഉണ്ടെങ്കിൽ 6 ആക്ക് ചെയ്തെടുക്കണതാണ് കേട്ടോ കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇത് വളരെ നേരിയതായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ 2 കൈയും അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബോബിൻ ഇലാസ്റ്റിക് ഉണ്ടല്ലേ, അത് വെച്ചിട്ട് നമുക്ക് അടിയിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലതായിട്ട് ചുരുക്കമൊക്കെ കിട്ടും. മുകളിൽ നമുക്ക് പ്ലേറ്റ്സ് ഇട്ടിട്ട് കൈ കയറ്റി കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് അടിഭാഗം മടക്കി അടിക്കുകയാണ് കേട്ടോ. കണ്ടോ, വളരെ നേരിയതായിട്ട് അടിക്കണം കേട്ടോ. ഇവിടെ വല്ല ലേസൊക്കെ വെച്ചാലും ഭംഗിയാണ് കേട്ടോ. വളരെ നേരിയതായിട്ടുള്ള ലേസ് സെയിം കളറൊക്കെ കിട്ടാൻ വെള്ളയൊന്നും കൊണ്ടേ വെക്കരുത്. വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. വേറെ ഈ മെറൂൺ ഷെയ്ഡ് കണ്ട, ഈ പേസ്റ്റൽ കളർ എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിയുടെ കളറാണ് കേട്ടോ, അല്ലാതെ വല്ലാത്തൊരു റെഡോ മെറൂണോ ഒന്നുമല്ല. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ പാകത്തിന് ഓരോ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ ലൈനിങ് അല്ല, സാധാരണ ലൈനിങ് ഞാൻ ആ കട്ട് ചെയ്തെടുത്ത ലൈനിങ് തന്നെ ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കഴുത്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് അടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തിന് അകലം കൊടുക്കുന്നത് ഒരു 3 ഇഞ്ച്, എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും കൊടുക്കാം. ഞാൻ ഇതിന് ഒരു വീന് പോലത്തെ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴുത്ത് ഇത്തിരി അകന്നിരുന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു 3 ഇഞ്ച് അകലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഇഞ്ചോളം ഇറക്കവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വി ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനത്തെ വി അടിച്ചാൽ ഭംഗി ഉണ്ടാവില്ല, ചെറിയൊരു വളവ് വേണം. ആ വളവ് ഇങ്ങനെ വരച്ചതിന് ശേഷം നമുക്ക് വളച്ചെടുക്കണം എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കുക കണ്ടോ. അപ്പോൾ ആ കഴുത്ത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ, ഇതിങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ ഒന്നുകൂടെ ആ ചോക്ക് വരച്ചെടുത്ത് ഒന്നുകൂടെ ഡാർക്കാക്കി വരച്ചു കൊടുക്കുകയാണ് കണ്ടോ. ഇങ്ങനെ ഒന്നുകൂടെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ തുണീനെ ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്കൊന്ന് 2 അടിയൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചരണ്ടി കൊടുക്കുക നഖം വെച്ച്. അപ്പുറത്തേക്കും കൂടെ ആ മാർക്ക് വീഴാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും വന്നിട്ടുണ്ട്. ഇനി വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിലേക്ക് ഇതിനെ എടുത്ത് വെക്കുക. അപ്പോൾ വരച്ച ഭാഗം മുകളിലായിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് മെഷീനിലേക്ക് വെച്ചിട്ട് ആ ഒരു മാർക്കിലൂടെ ഒന്ന് അടിച്ചെടുക്കണം. മുട്ടുസൂചി കുത്തി വെക്കണമെങ്കിൽ കുത്തി വെക്കാട്ടോ, കുത്തി വെച്ചിട്ട് അടിക്കാം. ഞാനിപ്പോൾ അങ്ങോട്ട് അടിച്ചെടുക്കണമെന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അടിച്ചെടുക്കാം കണ്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ച് ഇവിടെ വരെ വന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് അടിച്ചെടുക്കുക കണ്ടോ. ആ വരയിലൂടെ തന്നെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ക്യാൻവാസ് ഒന്നും വേണ്ട കേട്ടോ, കഴുത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി കട്ട് ചെയ്തെടുക്കണ കാണിച്ചു തരാം. 1/4 ഇഞ്ച് നിർത്തിയിട്ട് നമുക്കിങ്ങനെ അകത്തുനിന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പം നമുക്കിതിന് സിബൊന്നും വെക്കണില്ല കേട്ടോ. സിബ് വെക്കാതിരിക്കുമ്പോൾ ബാക്കിൽ കഴുത്ത് കയറുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഇറക്കി കൊടുക്കില്ലല്ലോ. അപ്പോൾ അതിന് എങ്ങനെ ബാക്ക് കഴുത്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ നോക്കി, നമ്മുടെ കഴുത്തിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിങ്ങനെ മറിക്കുമ്പോഴേ അത് നല്ല നീറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് അകത്തേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആ അടിപ്പീസിൽ, അല്ലെങ്കിൽ നല്ല പീസിലല്ല കേട്ടോ, അടിപ്പീസിൽ ഒന്ന് പതിച്ചടിക്കണ്ടേ കേട്ടോ. കണ്ടോ, ഇപ്പോൾ അവിടെ കുത്തി നിർത്തി ആ പോയിന്റിൽ, എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ അങ്ങോട്ട് അടിച്ചെടുക്കുകയാണ്. എളുപ്പമായില്ലേ. ഇപ്പം നെക്ക് ഒട്ടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഇത് അകത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നമുക്ക്
ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. നീറ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തത് നമുക്കിങ്ങനെ ലൈനിങ് ഇപ്പോൾ അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്കിൽ അടിക്കുമ്പോൾ ഷോൾഡർ കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ കൈക്കുഴിയൊക്കെ നീറ്റായിട്ടിരിക്കുക. വേറെ മോഡലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ സ്ട്രൈപ്സ് ചരിഞ്ഞൊക്കെ വരുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അത് തന്നെ തുണി തികയാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയതല്ലേ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല. തുണി കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഈ സ്ട്രൈപ്സ് നമ്മൾ, അതായത് സീക്വൻസ് വരുന്ന ആ വരയുണ്ടല്ലോ, ആ വര ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെയാണ് ആക്കണമെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡിൽ രണ്ട് സൈഡിലും അങ്ങോട്ട് ഓപ്പോസിറ്റ് ചരിഞ്ഞ് വരുന്നത് കാണാനൊക്കെ ഭംഗിയായിരിക്കും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. തുണി തികയണം, അതാണ് അതിന് വേണ്ട കാര്യം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം ആ സൈഡിലേക്ക് വല്ല തയ്യൽ തുമ്പോ അല്ലെങ്കിൽ തുണിയുടെ ബാലൻസൊക്കെ ചാടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതാ ഇവിടം വരെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈക്കുഴി നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്ക് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ബാക്കിലെ നെക്ക് കാണിച്ചു തരണ്ടെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോള് പോലെ ഇട്ടിട്ടാണ് ചെയ്യണത്. തല കയറാതിരിക്കരുതല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. അകത്തും എല്ലാം നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടണമല്ലോ. കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇനിയാണ് വെട്ടാൻ പോണത്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് കഴുത്ത് അടിച്ചപ്പോൾ ഇത് തന്നെയാണ് ഫ്രണ്ട് എന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കൈക്കുഴി ഒന്ന് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈക്കുഴി വെട്ടിയെടുത്ത ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ അതിങ്ങനെ തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. കൈ കയറ്റുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പം കഴിയും കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സ്ലീവ് നമുക്ക് അടിച്ചെടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇതുവരെ ഞാൻ പറഞ്ഞതിൽ എന്താണ് മനസ്സിലാവാതിരുന്നത്? കഴിഞ്ഞ ദിവസം ചുരിദാർ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല എന്ന് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ഇതുവരെ ശരിയായില്ലല്ലോ. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കിയോ. ബാക്ക് നെക്കും കഴുത്ത് വീതി വന്നിട്ട് 3 ഇഞ്ചാണ്. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഒരു 2 ഇഞ്ച് നമുക്ക് കൊടുക്കാം. 2-2.5 ഇഞ്ച് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, ചിലർക്ക് കഴുത്ത് തല ഇത്തിരി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ തല കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 2-2.5 ഇഞ്ചോ താഴേക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത്രയും നമുക്കൊരു ഡ്രോപ്പ് വരച്ചു കൊടുക്കാം. എന്താ ഇങ്ങനെ ഡ്രോപ്പ് വരക്കാൻ പോയിട്ട് ഡ്രോപ്പിൻ്റെ ഷേപ്പ് ആവണില്ലല്ലോ. ഏകദേശം ഡ്രോപ്പിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ചിട്ടല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ച് വരച്ചെടുത്താലും മതി കേട്ടോ. ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ഇഞ്ചിൽ ഡ്രോപ്പിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഇറക്കാൻ പറ്റുമോ അതനുസരിച്ച് ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ? അപ്പോൾ ആ മാർക്കിൽ കൂടെ ഒന്നുകൂടെ ഡാർക്ക് ചെയ്ത് ഞാൻ വരക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ, അതേപോലെ ഇതും അപ്പുറത്തെ സൈഡിലേക്ക് നമുക്കിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നേരത്തെ അപ്പുറത്തേക്ക് സ്റ്റാമ്പ് ചെയ്തെടുത്ത പോലെ ഇതും ഒന്ന് സ്റ്റാമ്പ് ചെയ്തെടുക്കാം. നിവർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എവിടെയാണ് വരച്ചതെന്ന് കാണുന്നുണ്ടായില്ല കേട്ടോ. പക്ഷേ ഈ തുണിയിലേക്ക് ഇട്ടപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്നുകൂടെ ഒന്ന് ഞാൻ ആ മാർക്കൊക്കെ ഒന്ന് തെളിയിച്ചെടുക്കുകയാണ്. മുമ്പുണ്ടല്ലോ, പിന്നെ പറഞ്ഞു വരണേണ് കേട്ടോ, കഥ പറയണേണ്. മുമ്പ് ചെറുപ്പത്തിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യൽ പഠിച്ച സമയത്ത്, തയ്യൽ പഠിച്ചത് 15-ാമത്തെ വയസ്സിലാണ് കേട്ടോ. 15-16 വയസ്സിലാണ് തയ്യലൊക്കെ പഠിച്ചെടുത്തത്. അപ്പം ഇങ്ങനെ ചോക്ക് വെച്ച് വരക്കാൻ അറിയില്ല. നമ്മൾ പേന വെച്ച് തന്നെയാണ് വരക്കണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വരത്താൻ വേണ്ടിയിട്ടേ നമ്മുടെ കാർബൺ പേപ്പർ ഇല്ലേ, കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാനിങ്ങനെ തെളിയാത്ത പേന വെച്ച് കാർബൺ പേപ്പറിൻ്റെ മഷി വീഴുമല്ലോ എന്തായാലും, കാർബൺ പേപ്പർ വെച്ചിട്ട് വരക്കും. തുണിയിലൊക്കെ അതിൻ്റെ മഷിയാവും. അത് കഴുകിയാലും പോവില്ല. അങ്ങനെ കസ്റ്റമറുടെ എല്ലാവരും അന്ന് തയ്ക്കുന്നത് നമ്മുടെ തന്നെയൊക്കെ തയ്ക്കും. എന്നാലും നമുക്ക് അങ്ങനെയൊക്കെ തയ്ക്കാൻ പാടുണ്ടോ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട്? അപ്പോൾ അതാ നോക്കി നമ്മൾ കറക്റ്റായിട്ട്
ആ നെക്കിൽ അടിച്ചെടുക്കുന്നുണ്ട്. താഴത്തെ ഡ്രോപ്പും നമ്മൾ നീറ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിക്കുമ്പോൾ അത് തെന്നി പോവാതെ നോക്കണം കേട്ടോ. തെന്നി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊട്ടുസൂചി കുത്തി വെച്ചിട്ട് അടിക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇപ്പുറത്തെ സൈഡ് ചെക്ക് ചെയ്താണ് പോണത്. തെന്നിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ താഴത്തെ മുട്ട പണിയണതൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിയൊക്കെ ഇരുന്നാൽ ഭംഗി പോയില്ലേ. ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് സമാധാനത്തിൽ ചെയ്താൽ മതി, നീറ്റായിട്ട് വരും കേട്ടോ. ഇതിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ കഥ പറയായിരുന്നെന്ന് വിചാരിക്കുക, പിന്നെയും എന്തെങ്കിലും ചെയ്ത് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കഥകൾ ഇത്രയും നാളായിട്ട് തയ്ക്കണോണ്ടേ അതിൻ്റെ ഒരു റിലേഷൻ വരുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം കമൻ്റ് ഉണ്ടായിരുന്നു കുറേ സംസാരിക്കരുതെന്ന് വിചാരിക്കൂടോ, പിന്നെയും സംസാരിച്ച് പോണതാണ് കേട്ടോ. സോറി സംസാരിക്കാതെ ഇരുന്ന് തയ്ക്കാം. ഇതാ നോക്കിയാൽ നമ്മുടെ കഴുത്ത് കറക്റ്റായിട്ട് വരച്ചത് കൂടെ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അകത്തുനിന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അകത്തുനിന്ന് നമുക്ക് വെട്ടിക്കളയാം. കണ്ട ഉള്ളിൽ നിന്ന് ആ ഒരു മുട്ട പോലെയുള്ള ഭാഗം വെട്ടിയെടുക്കുകയാണ് കേട്ടോ. മുട്ട എന്നല്ല പറയേണ്ടത്, ഡ്രോപ്പ് എന്നൊക്കെയാണ് നമ്മുടെ തയ്യൽ ഭാഷയെ പറയണത്, തുള്ളി പോലെ. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലെ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. തയ്യൽ മുഴുവനായിട്ട് പഠിക്കാൻ പറ്റും, നല്ല നീറ്റായിട്ട് പഠിക്കാൻ പറ്റും. ഞാനൊരു 3 വർഷത്തിന് മുകളിലായിട്ടിട്ട് ഇപ്പോൾ തയ്യൽ ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് തരുന്നതുകൊണ്ട് നോട്ട്സ് എഴുതി വെക്കാനും വീഡിയോസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ കയ്യിൽ വീഡിയോ ഉണ്ടാവും. എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കും. എല്ലാവർക്കും സംശയം തീർത്തു കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. എന്നാലും സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നിലത്ത് വെക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഞാൻ മറുപടി തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതങ്ങ് മറിച്ചെടുത്ത് ആ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കുത്തിയെടുക്കുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ത്രെഡ് അഴിക്കുന്ന സാധനമാണ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സുഖമാണ് കേട്ടോ. ഇതുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിപ്പയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അഴിച്ചെടുക്കണമെങ്കിലൊക്കെ പറ്റും. അപ്പോൾ നോക്കി നമ്മുടെ കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതിച്ചടിക്കണം. അതിപ്പോൾ പതിച്ചടിക്കരുത് കേട്ടോ. ഷോൾഡർ കൂട്ടിയതിന് ശേഷം പതിച്ചടിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ നമ്മൾ പതിച്ചടിക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം, കൂട്ടണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് സൈഡ് കണ്ടാൽ നല്ല ഭംഗിയായി വന്നില്ലേ. ഇനി ആ തുമ്പ് വന്നേക്കണിടത്ത് ഒരു കെട്ട് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ഹുക്ക് വെച്ച് കൊടുത്താലും മതി. പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ടീനേജേഴ്സ് ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കഴുത്ത് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഈ ലൈനിങ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അടിച്ച് മറിച്ചെടുത്ത ലൈനിങ് അത് പൊതിഞ്ഞിങ്ങനെ എടുത്തിട്ട് കണ്ട ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തെടുത്ത് നീറ്റായിട്ട് ഒതുക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒന്നും കാണില്ല കേട്ടോ. ഇൻ്റർലോക്ക് ഒന്നും ചെയ്ത് കൊടുക്കേണ്ടി വരില്ല ഷോൾഡർ ഭാഗത്ത്. അപ്പോൾ നോക്കി കണ്ട ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ട അകോ നീറ്റായി, പുറം നീറ്റായി. കണ്ടോ, ഇപ്പുറത്തെ സൈഡും നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോവുകയോ ചരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം. അപ്പുറത്തെ സൈഡ് അടിക്കുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചടിക്കണം കേട്ടോ. ആ ബാക്കിലെ പീസ് എടുത്തിട്ട് കവർ ചെയ്ത് ഫ്രണ്ടിലെ പീസിൻ്റെ നെക്കിൻ്റെ മുകളിൽ കൂടെ കവർ ചെയ്ത് ഇങ്ങനെ നല്ല അമർത്തി പിടിക്കണം. ലൂസായി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും അവിടെ തുമ്പ് ചാടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അടിച്ചിട്ട് അതൊന്ന് മറിച്ചെടുത്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ കൈ റെഡിയാക്കണതാണ്. കൈ റെഡിയാക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ ഭാഗവും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഒന്ന് വലിച്ച് ഒന്ന് ശരിയാക്കിയൊക്കെ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് നെക്ക് ഡിസൈൻ ചെയ്തത് കണ്ടല്ലോ. ഇനി നമുക്ക് പതിച്ചടിച്ചേക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ബാക്ക് സൈഡ് കേട്ടോ. ഫ്രണ്ട് സൈഡ് ഞാൻ പതിച്ചടിക്കില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അകത്തിട്ട് അടിച്ചിട്ടുണ്ട്, അത്രയും മതിയാവും. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ നല്ല നീറ്റായിട്ടൊന്ന് അടിച്ചെടുത്തേക്കാം കേട്ടോ.
അപ്പോൾ എങ്ങനെ അടിക്കണമെന്നൊക്കെ മനസ്സിലായല്ലോ. ഇത് പതിച്ചടിക്കണേണ് കേട്ടോ. ഒന്ന് വലിച്ചൊക്കെ പിടിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുളിവൊന്നും വീഴരുത്. നീറ്റായിട്ട് അടിച്ചെടുക്കുക. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് കൈയാണ് റെഡിയാക്കേണ്ടത്. ഇതാ ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഹുക്കോ വള്ളിയോ എന്ത് വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ അത്യാവശ്യം തല കയറാത്ത ഒരു പ്രശ്നം വരില്ല. തല കയറും എന്തായാലും. അപ്പോൾ ഇനി വേണ്ടത് ഈ തയ്യൽ ഇതിങ്ങനെ ഉണ്ടല്ലോ, ഈ ലൈനിങ് ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കൈയാണ്. കൈ ചെറുതായിട്ട് നമ്മൾ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ബോബിൻ എലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ബോംബിൽ ചുറ്റിയിട്ടുണ്ട്. കേസ് താഴെ പോയി. കേസിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമുക്കത് എലാസ്റ്റിക് ഇട്ട് എടുക്കാം. ഞാൻ ഒന്ന് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നൂലിടണ പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കൊളുത്തി വലിച്ചെടുത്താൽ മതി. ആ ഒരു എലാസ്റ്റിക് പുറത്തേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൈയിൻ്റെ അടിഭാഗത്ത് കൈ താഴെ ഇവിടെ ഇരിപ്പുണ്ട്. ക്രോസ് ആയിട്ടാണ് അതിരിക്കുന്നത്. ക്രോസ് ആയിട്ടല്ലേ നമ്മൾ വെട്ടിയത്. ഇനി അതിൻ്റെ ഭാഗത്ത് താഴേന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് നമുക്കതാ ഇങ്ങനെ കൈയിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ എലാസ്റ്റിക് ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ എലാസ്റ്റിക് പൊട്ടിപ്പോയിട്ടോ. ഇതാ ഇപ്പോൾ പൊട്ടിപ്പോയി. അതാണ് രണ്ടാമത്തെ അബദ്ധം. എനിക്ക് അങ്ങനെ പൊട്ടിയാൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ മൊത്തം അഴിക്കും. എന്നിട്ട് രണ്ടാമത് അടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല കേട്ടോ. ഞാനിങ്ങനെ അടിച്ചിട്ട് അതിലൂടെ തന്നെ കണക്ട് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റി. ആ ഒരു അടുപ്പിനെ കുറച്ച് മുകളിലായിട്ട് ഇങ്ങനെ അടിച്ച് തുടങ്ങിയാൽ മതി. ഇതാ അങ്ങനെ അടിക്കാൻ പറ്റണ്ട കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പിന്നെ ആ സ്റ്റെപ്പ് മുഴുവൻ അഴിച്ചിട്ട് പിന്നെ രണ്ടാമത് അടിക്കാറാണ് സാധാരണ. പക്ഷേ ഇതിങ്ങനെ തന്നെ അടിച്ചങ്ങോട്ട് പോയാൽ മതി. കുഴപ്പമൊന്നുമില്ല. നീറ്റായിട്ട് വരണുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കയ്യിൽ എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ എലാസ്റ്റിക് ആണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ടോ വെക്കാനൊക്കെ. അപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലോണം എലാസ്റ്റിക് റെഡി ആയിട്ടുണ്ട്. 2 കൈ അതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി അടുത്തത് ഇതിൻ്റെ നടുഭാഗം, ഈ കൈയിൻ്റെ നടുഭാഗം കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം കണ്ടുപിടിച്ചാലും മതിയായിരുന്നു. ഈ തുമ്പത്തുനിന്ന് ആ തുമ്പ് വരെ ഇങ്ങനെ പിടിച്ചിട്ടേ ഒന്ന് നോട്ടിച്ചിട്ട് കൊടുക്കുക. നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റായിട്ട് ഒപ്പം പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ഏറ്റവും എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഇതാ ഈ ഭാഗത്തൊരു നോട്ടിച്ചിട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തേക്ക്. കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമല്ലേ. നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ലൈക്ക് കുറഞ്ഞു പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുള്ളൂ. അപ്പോൾ അതാ കൈക്കുഴിയിൽ കൈ വെച്ചിട്ട് അടിക്കുകയാണ്. ഇത് കുറച്ച് പ്ലേറ്റ്സ് ഇടണം കേട്ടോ. ഞാൻ ആ നോട്ട്സ് തപ്പുകയാണ്. ഇവിടം വരെ വന്നിട്ടുണ്ട്. പ്ലേറ്റ്സ് ഇടാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ നമുക്കൊരു കാൽക്കുലേഷനാണ് കേട്ടോ. നമുക്കത് ചെയ്ത് വരുമ്പോൾ ശരിയായി വരും. അല്ലാതെ അതിനൊന്നും കറക്റ്റായിട്ട് കണക്കൊന്നും ഞാൻ വെക്കാറില്ല. പക്ഷേ നമ്മുടെ കടയിലെ ബായി വെട്ടുമ്പോഴേ എല്ലാത്തിനും കണക്ക് വെച്ചിട്ടാണ് വെട്ടണത് കേട്ടോ. അവരൊക്കെ പിന്നെ അതേപോലെ പഠിച്ചവരായിരിക്കും. നമ്മൾ കുറേ പ്ലേറ്റ്സ് ഇട്ട് നോക്കും. എന്നിട്ട് കൂടുതലാണെങ്കിൽ കുറച്ച് അഴിച്ച് കളയും. കുറവാണെങ്കിൽ അഴിച്ചിട്ട് കുറച്ചും കൂടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബായി ഒന്നും അങ്ങനെയല്ല. ബായിയൊക്കെ എല്ലാത്തിനും ഒരു കണക്ക് വെച്ചിട്ട് എത്ര പ്ലേറ്റ്സ് ഇടണമെന്ന് വരെ അങ്ങനെ എണ്ണു എന്നിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ. പക്ഷെ നല്ല നീറ്റായിട്ട് തയ്ക്കും കേട്ടോ. ഭയങ്കര പക്ക നീറ്റായിട്ട് തയ്ച്ച് തരും. നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ പുള്ളിക്കാരൻ ചെയ്ത് തരും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. ഇപ്പോൾ യൂണിഫോമൊക്കെ പുള്ളിയാണ് തയ്ച്ചത്. എന്നാലും എല്ലാം അടിപൊളിയായിട്ട് തയ്ച്ചു തന്നു കേട്ടോ. ഞാനിപ്പോൾ കടയിലത്തെ അങ്ങനെ തയ്ക്കാറില്ല എന്ന് തന്നെ പറയും. ഇപ്പോൾ സുഖമില്ലാണ്ടായ പിന്നെ ഒട്ടും തയ്ക്കാറില്ല. ഓൾട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമെന്ന് മാത്രം. അപ്പോൾ കൈ നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ കൈയും ഇതേപോലെ തന്നെ വെക്കുക. ഇങ്ങനത്തെ കൈ ഇടുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലേ. കുഞ്ഞുങ്ങൾക്കൊരു വണ്ണമൊക്കെ തോന്നിക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ മാർക്ക് ചെയ്തേക്കണ പോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് 7 അല്ലേ. അപ്പോൾ ടോട്ടൽ വീതി 14 ഇഞ്ച് ചെസ്റ്റ് അളവ്. താഴ്ഭാഗത്ത് 16 ഇഞ്ച് ചെസ്റ്റ് അളവ് വീതി വന്നിട്ടുണ്ട്. താഴ്ഭാഗത്ത് 14 ഇഞ്ചാണ് കേട്ടോ. അത് ഞാൻ ആദ്യം വരച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ആദ്യം 8 ഇഞ്ചും പിന്നെ താഴെ 7 ഇഞ്ചും മാർക്ക് ചെയ്തില്ലേ. അതിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ ഒരു സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഞാൻ നാളെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. നമ്മളിതൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, സ്കേർട്ട് പിടിപ്പിച്ചതിൻ്റെ പിന്നെ അഴിക്കാൻ നിൽക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആദ്യം അടിക്കണതിന് മുന്നേയൊക്കെ നമുക്ക് സ്കേർട്ട് വെക്കണതിന് മുമ്പ് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാം. ഇതാ നീറ്റായിട്ടൊന്ന് അടിച്ചൊക്കെ എടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്നങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് അടിമേൽ മറച്ചെടുക്കാം, നല്ല വശം പുറത്താക്കിയിട്ട് മറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെയും കൈയിൻ്റെയും എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കൈയൊക്കെ കണ്ടാൽ നല്ല ചുരുക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ആ മെറ്റീരിയലിലെ ഈ സീക്വൻസ് വന്നേക്കണതുകൊണ്ട് കുത്തി കൊള്ളുകയോ ഇല്ല, എന്നാൽ കാണാൻ നല്ല ഷൈനിങ് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പാർട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു സൈഡ് ചേർത്തടിക്കുക. അപ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിരിക്കണം കേട്ടോ. വേസ്റ്റിൻ്റെ ആ വണ്ണവും ഇതാ ഇത് കറക്റ്റായിരിക്കണേ. അത് നോക്കിയിട്ട് വേണം അടിക്കാൻ. പിന്നെ പിടിച്ച് വലിക്കരുത് കേട്ടോ. ഇത് ഇങ്ങനത്തെ അമ്പർല ആയതുകൊണ്ട് പിടിച്ച് വലിക്കരുത്. ഞാനിപ്പോൾ ലൈനിങ് വെച്ചിട്ടില്ല, ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ക്രൈപ്പ് ലൈനിങ് ആണ് നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ലൈനിങ് ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പീസ് വെച്ചിട്ടാണ് ബോഡി പാർട്ടിനും ഒക്കെ ലൈനിങ് വെച്ച് കൊടുത്തത്. ഇനി അതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണമുണ്ട്, പക്ഷേ എനിക്ക് അമ്പർല പോലെ തയ്ച്ചിട്ട് വെക്കണം എന്നാണ്. അപ്പോൾ അതിന് തുണി വേണം, 1.5 മീറ്റർ തുണി വേണം. 1.5 മീറ്റർ വേണം. 1.5 മീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തികയും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓപ്പൺ സൈഡ് ഉണ്ടായിരുന്നത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സ്കേർട്ട് പാർട്ട് ബോഡി പാർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അപ്പോൾ ഇത്തിരി ലെങ്ത്ത് കുറവാണെന്നേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഉടുപ്പൊക്കെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം, അതുപോലെ തന്നെ കുർത്തി തയ്ച്ചെടുക്കാം. അപ്പോൾ തയ്ക്കണ മെത്തേഡും വെട്ടണ മെത്തേഡൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പകർത്തരുത്, നല്ലത് മാത്രം പകർത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സൈഡിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതുണ്ടല്ലോ, ആ സൈഡിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക. അടിച്ചെടുക്കുമ്പോൾ സ്കേർട്ട് പാർട്ട് വലിക്കരുത്, സ്കേർട്ട് പാർട്ട് ക്രോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഷറാറയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ഉടുപ്പ് പോലെ ആവോ. പക്ഷേ ഇപ്പോഴത്തെ ഫാഷനാണ് കേട്ടോ അത്. ഷറാറ വേണോ അതോ പലാസോ വേണമെന്ന് അവളോട് ചോദിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൾ ഇട്ടില്ലെങ്കിൽ പണിയാവുമല്ലോ. അവൾ ഒരുവിധം ഡ്രസ്സൊന്നും അങ്ങനെ ഇടൂല്ലെന്നേ. ഞാനിങ്ങനെ ഓരോന്ന് തയ്ച്ചിട്ട് നിനക്ക് വേണോ എന്ന് ചോദിക്കും. അവൾ ഇടുമെന്നുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ആർക്കെങ്കിലും കൊടുക്കും. ഇപ്പോൾ എൻ്റെ കസ്റ്റമറുടെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് കൊടുത്തേക്കും. വെറുതെ അവളുടെ അലമാരിയിൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ലല്ലോ, അവൾ ഇടണില്ലെങ്കിൽ. അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഇടുകയുള്ളൂ. ചിലപ്പോൾ തോന്നും എൻ്റെ സ്വഭാവം തന്നെയാണോ ഇതൊക്കെയെന്ന്. ഓരോ ഡ്രസ്സൊക്കെ നമുക്ക് നന്നായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഡ്രസ്സ് ഇടുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും കട്ടി ഡ്രസ്സ് ഇട്ടിട്ട് നടക്കണ സ്വഭാവം എനിക്കില്ല. അപ്പോൾ അത് റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ട് ഉള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ട അടിപൊളിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിലെ നെക്കിൻ്റെ ആ ഒരു തുമ്പാണ് വന്നിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അടിഭാഗം ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ല. അവൾക്ക് ഇട്ട് നോക്കിയിട്ട് ഇറക്കം പോരെങ്കിൽ താഴത്തെ ഒരു സ്റ്റെപ്പ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫ്രില്ലിട്ടിട്ടെ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ഇതാ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റിനൊക്കെ ഞാൻ മറുപടി ഇടുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്